എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് അവസാനിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ LBScenter.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇന്ന് അവസാനിക്കുമെന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ അവസാനിക്കുമെന്നല്ല, ഇന്ന് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു അവസരമാണ് അവസാനിക്കുന്നത്. കാരണം ആപ്ലിക്കേഷനിലെ ഒരു സ്റ്റെപ്പാണ് ഫീ പേയ്മെൻറ്റ്. അപ്പോൾ ഈ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കി സ്റ്റെപ്പ് ചെയ്യാനായിട്ട്, അതായത് ഇതിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ ഡീറ്റെയിൽസൊക്കെ നൽകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസൊക്കെ നൽകണമെങ്കിൽ ആദ്യം ഇതുവരെ അപേക്ഷിക്കാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ആദ്യം ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് പറയുന്നത്, ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് ഇന്ന്. അപ്പോൾ ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് LBScenter.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള ആ ഒരു ഭാഗം കാണാം. അപ്പോൾ ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് ആദ്യം നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുക, പിന്നീട് ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് വഴി ചലാൻ ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യണോ ചലാൻ വഴി പേയ്മെൻറ്റ് ചെയ്യണോ എന്നുള്ള ഓപ്ഷൻ വരും. ചലാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചലാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അതിനുശേഷം ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യും. പിന്നീട് രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി സൈൻ ഇൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഫൈനലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സൈഡിലായിട്ട് ഇതുപോലെ തന്നെ ഈ ഒരു 3 ലൈൻസ് കാണാം. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ താഴെയായിട്ട് കാണാൻ പറ്റുന്നതാണ് ആപ്ലിക്കേഷൻ്റെ സ്റ്റെപ്സ് കാണാൻ പറ്റും. അതായത് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കേഷൻ്റെ ഓരോ സ്റ്റെപ്പ് കാണാം. അതായത് ബേസിക് രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഫോട്ടോ, അതുപോലെ സിഗ്നേച്ചർ അപ്ലോഡ്, ഡോക്യുമെൻ്റ് അപ്ലോഡ്, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, ഇതുപോലെ വിവിധ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ ഡീറ്റെയിൽസൊക്കെ പരിശോധിച്ച് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി, എന്തെങ്കിലും അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ ആ റിസർവേഷൻ ഡോക്യുമെൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. കാരണം പിന്നീട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് റിസർവേഷൻ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിനുശേഷം വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവസാനം ഒരു പ്രിവ്യൂ പേജ് കാണാൻ പറ്റും. അതിൽ നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും ഉണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ അത് നിങ്ങൾ കൺഫർമേഷൻ ചെയ്താൽ മതിയാകും. ഇങ്ങനെ കൺഫർമേഷൻ ചെയ്യുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ആ ഒരു സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻ സബ്മിഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. എന്നാൽ വെരിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് എന്നത് കാണുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പേടിക്കാതില്ല. എന്നാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആയിരിക്കണം. അത് നിങ്ങൾ ആപ്ലിക്കേഷൻ നൽകിയ ശേഷം നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആണ് എന്നുള്ളത്. കംപ്ലീറ്റഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക, അപ്പോൾ അതായത് കൺഫർമേഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കും അതുപോലെ പാരാമെഡിക്കൽ ഡിപ്ലോമ ഡിഗ്രി കോഴ്സുകളിലേക്കുമുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം വരെയാണ് അതിൻ്റെ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കാം. അപ്പോൾ ജൂൺ 17-ാം തീയതി വരെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം ഇന്ന് വൈകുന്നേരം വരെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.